വാൽപ്പാറ പൊള്ളാച്ചി അങ്ങനെ പൊള്ളാച്ചി വണ്ടി ഉരുണ്ടില്ലേ വണ്ടി നമ്മുടെ KL 44 50 50 70 വണ്ടി ഇതാണോ? ആ കൂടെ ഉള്ള വണ്ടിയാ. പേര് പറഞ്ഞേ? എൻ്റെ പേര് ആദർശ്. ആദർശ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വലുതുണ്ടോ കയ്യിൽ? അതൊന്നും അതൊന്നും പുറത്തേക്ക് വിൽക്കാൻ വരുന്നത് തിരിച്ചില്ലെന്നല്ല പറഞ്ഞു. അങ്ങനെ പോകാന്നല്ല പറഞ്ഞു. അങ്ങനെ പോകും. കേട്ടോ. ഓക്കെ. നമ്മളങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ മലക്കപ്പാറയ്ക്കാണ് പോകുന്നത്. ഒരു 50 കിലോമീറ്ററോളം ഡീപ്പ് ഫോറസ്റ്റ്. ഒത്തിരി വാഹനങ്ങളുമില്ല, മനുഷ്യരുമില്ല. അതുപോലൊരു അടിപൊളി റൂട്ടാണിത്. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ റൂട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. അതെന്തായാലും നടന്നു. ഈ റോഡൊക്കെ കണ്ടോ, അത്യാവശ്യം അടിപൊളി റോഡാണ് കേട്ടോ. വേറെ വലിയ കുണ്ടും കുഴിയും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് പണിതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല റോഡാണ്. അതുകൊണ്ട് നമുക്ക് വെച്ച് പിടിച്ച് പോവാം. പക്ഷേ അങ്ങനെ വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല, കാരണം മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത്യാവശ്യം നോക്കിയും കണ്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വണ്ടി ഈ റൂട്ട് ശരിക്കും ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ റൂട്ട് ബസ് റൂട്ടാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്പേസ് ഭയങ്കര കുറവാണ്. അപ്പോൾ നോക്കി പോയില്ലെങ്കിൽ അതും സീനാണ്. ഈ റൂട്ട് നമ്മൾ കയറണതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പെട്രോൾ ഉണ്ടോ നോക്കിയിട്ട് ഈ റൂട്ട് കയറുക. ഒരിക്കലും വഴി കിടക്കേണ്ട വരരുത്. കാരണം ഈ റൂട്ട് ആളും കുറവാണ്. അതുപോലെ തന്നെ ഈ റൂട്ടിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇനി പമ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളാച്ചി കയറി വാൽപ്പാറ പോയി പൊള്ളാച്ചി കയറി ഇറങ്ങിക്കഴിഞ്ഞാലാണ് അവിടെയാണ് പമ്പുള്ളൂ. അപ്പം മാക്സിമം ഫുൾ ടാങ്കൊക്കെ അടിച്ചിടാൻ നോക്കുക. എന്തൊക്കെ പറയാൻ നമ്മൾ വഴി കിടക്കേണ്ട അവസ്ഥ വരരുത്. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പെട്ടു. അത് മാത്രമല്ല ഒത്തിരി ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഇരട്ടത്തെ ഒരു ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ പെടണമെങ്കിൽ ശരിക്കും പേടിയും. കാരണം ഇപ്പം അത്യാവശ്യം വെയിലുണ്ടായിട്ട് തന്നെ നമ്മൾ ഈ ഫോറസ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുട്ട് ഫീലാണ്. കണ്ടോ, ഇത് നോക്കി, ഇത് ഫുൾ ഈറ്റച്ചോലയാണ്. ഈ സൈഡിൽ കാണുന്നൊക്കെ ഈറ്റച്ചോലയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ആന നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ കാണും? സീൻ റൂട്ടാണ് കണ്ടോ. ഇതെല്ലാം ഈ സൈഡ് ഫുൾ ഈറ്റച്ചോല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പെട്രോളിൻ്റെ കേസ് മറക്കാണ്ടിരിക്കുക. ഒരു കുപ്പി പെട്രോൾ എക്സ്ട്രാ കയ്യിലെങ്കിലും പിടിക്കുക. റൈറ്റ് സൈഡിലേക്ക് റൂട്ട് ഉണ്ട് കേട്ടോ. അതെങ്ങോട്ടാണോ എന്തോ ഒരു പിടുത്തില്ല കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നൊരു ചേട്ടൻ നടന്നു പോകണം നോക്കി, പുള്ളിക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. ഇവിടെയുള്ള ആളായിരിക്കും. ഇതിലൊക്കെ ഇവിടെയൊക്കെ ആണ് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ കാണൂലേ പുള്ളിക്ക്. ഇത് കണ്ടോ, ചെറിയൊരു ഷോപ്പാട്ടോ. കണ്ടോ, കരിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കരിക്കും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിവിടെ റൈറ്റിലേക്ക് കാണുന്ന ഫോറസ്റ്റ് ഓഫീസാണെന്ന് തോന്നുന്നു. അവർ ഒത്തിരി ഫോറസ്റ്റിലോട്ട് മാറി അടുത്ത് തന്നെ ആയതുകൊണ്ടായിരിക്കും അവിടെ ഷോപ്പ് അവിടെ അങ്ങനെ വെച്ച് നടത്തുന്നത്. എന്നാലും ഇവിടെയൊക്കെ പേടിക്കേണ്ടി വരും. കണ്ടോ ഈ റൈറ്റ് സൈഡിൽ നോക്കി, ഇതെല്ലാം ഈ സൈഡിൽ മൊത്തം ഈറ്റച്ചോല. ഇവിടെയൊക്കെ ആന ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ എന്നാ ഇതെന്ന് പറഞ്ഞാലും കാണില്ല. ഈ റൂട്ടിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ അല്ലേ. വണ്ടി ടയറൊക്കെ ഒന്ന് പഞ്ചറാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂലേ എൻ്റെ പൊന്നു. പെട്ടു മോനെ. പിന്നെ 1.5 പെടലായിരിക്കും, മറക്കില്ല. ഇവിടെ ഈ റൂട്ടിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ മറക്കില്ല. അതൊരു അനുഭവമായിട്ടും കിടന്നോളും. അത്ര നല്ലൊരു ഓർമ്മയായിട്ടും കിടക്കും. ഈ വളവൊക്കെ വളയുമ്പോൾ സത്യം പറഞ്ഞ ഉള്ളിലൊരു പേടിയുണ്ട്. ഇത് ഇവിടേക്കാരുണ്ടോ, കാണുമോ ആനേനെ, കാണുമോ ഒരു പിടുത്തല്ല. എപ്പോൾ വേണേലും കാണാം. അതുപോലെ തന്നെ റൂട്ട് റൈറ്റ് സൈഡിലേക്ക് റോഡും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ റൂട്ട് വരുന്നുണ്ട്. എങ്ങോട്ടാണോ എന്തോ കാര്യം. അതിവിടെ കാണുമ്പോൾ ഒന്ന് പോയി നോക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ വേണ്ട, റിസ്ക്കാണ്. ആനപ്പിണ്ടം ഉണ്ട്, പഴയതാണ്, ഇപ്പോഴല്ല. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം ആനേനെ. കാണാണ്ടിരുന്ന അത്ര നല്ലേ. വലിയ കാണണമെന്ന് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. നമ്മൾ ആവശ്യത്തിന് കണ്ടിട്ടൊക്കെ ഉണ്ട്. കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആനപ്പിണ്ടാണോ ഫ്രഷാണോ? ഈ റോഡിന് വീതിയില്ലാത്തതുകൊണ്ട് ഇച്ചിരി സീനാണ്. കാരണം ബൈക്കൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് വളച്ചെടുത്തുകൊണ്ട് പോകാം. വേറെ സീനൊന്നുമില്ല. കാറൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു വഴിയില്ല. കണ്ടു കഴിഞ്ഞാൽ പാനിക്കായി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ടല്ലോ, തീർന്നു. ഫാമിലിയൊക്കെ ആയിട്ട് ഈ കാറിനൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും സൂക്ഷിച്ച് വന്ന ഈ റൂട്ടിൽ. ശരിക്കും ഈ റൂട്ടൊക്കെ ശരിക്കും ബൈക്കിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ടുണ്ടോ. ബൈക്ക് റൈഡ് തന്നെ വരണം. എന്നാലാണ് നമുക്ക് ആ ഒരു കണ്ടോ, അവിടെയൊക്കെ നിറച്ച് ആനപ്പുണ്ടോ കേട്ടോ. ഇത് ആനയുടെ കോട്ടയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗത്തൊക്കെ കണ്ടോ ഇവിടെ എല്ലാം ആനപ്പുണ്ടോ കേട്ടോ. സീന്. ഇത് ശരിക്കും ആനക്കൂടാണെന്നാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഒരു ആനക്കൂട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എവിടെ നോക്കിയാലും ഈറ്റച്ചോലാണ്. റൈറ്റ് സൈഡിൽ ഫുള്ള് ഈറ്റച്ചോലയാണ്. അപ്പോൾ ഈ ഈറ്റ ഉള്ളിടത്ത് എപ്പോഴും ആന ഉണ്ടാവും. ഉണ്ടോ, അവിടെയൊക്കെ ആനപ്പിണ്ടമുണ്ട്.
ഭയങ്കര ഡേഞ്ചറാട്ടോ ശരിക്കും. വെളുപ്പിനെ ഫസ്റ്റ് ഉണ്ടോ ഇവിടെ അല്ലാതെ എൻ്റെ പൊന്നോ, അവന്മാരാണെങ്കിൽ കാണാനും ഇല്ല, എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇച്ചിരി സ്പീഡിൽ ഇങ്ങ് പോരുകയും ചെയ്തു. എവിടെയെങ്കിലും വഴി കെട്ടോ എന്തോ. അവന്മാരെൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഞാൻ പെട്ടിട്ടൊന്നുമില്ല. ഒന്നും പറയാൻ പറ്റില്ലേ, കാരണം ഇപ്പം എങ്ങനെ അവന്മാർ പെട്ട് കഴിഞ്ഞാൽ തന്നെ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഞാൻ ഫസ്റ്റ് മുമ്പിൽ ഞാൻ ഫ്രണ്ടിൽ പോവല്ലേ. അപ്പോൾ ഒരു മിനിമം ഡിസ്റ്റൻസ് ഇട്ട് പോകണതാണ് എപ്പോഴും നല്ല. നമ്മുടെ ഒരു കൺമറയത്ത് പോകാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് ഈ റൂട്ടൊക്കെ വരുമ്പോൾ, ഇങ്ങനെയുള്ള റൂട്ടൊക്കെ വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്നം എങ്ങാനും ചെറിയൊരു പഞ്ചർ കിട്ടിയാലും പോരെ, പണി കിട്ടും. ഒന്നും പറയാൻ പറ്റില്ല, അതാണ് അവസ്ഥ. ഒരു ഇവിടുത്തെ എയർ അത്രയും ഫ്രഷ് എയർ ആയിരിക്കും കേട്ടോ. മനുഷ്യരൊക്കെ അത്രയും കുറവായണ്ടേ, വേറെ തന്നെ ഒരു വൈബാണ് ഈ റൂട്ട്. അതുപോലെ ശരിക്കും നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു അതേ ഫ്രഷ് ആനപ്പിണ്ടാണല്ലോ. ഫ്രഷ് എൻ്റെ മോനെ, എടാ അവിടെ ആനയുണ്ടാ, സീൻ അവിടെ ആനയുണ്ട്. നൈസ് ബ്രിഡ്ജാണ്, പക്ഷേ ഈ ഫോറസ്റ്റുകാർ ഇവിടെ വണ്ടി നിർത്താൻ സമ്മതിക്കില്ല. ജസ്റ്റ് മിസ്സിനാട്ടോ ആനേനെ കാണാൻ പറ്റാണ്ട് പോയേ. കാരണം കുറച്ചുകൂടി നമ്മളൊന്ന് ലേറ്റ് ആയിരുന്നു ഉറപ്പായിട്ട് അത് ക്രോസ് ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, ഞാൻ നോക്കുമ്പോൾ ഫ്രഷ് ആനപ്പുണ്ടാവും. കറക്റ്റ് അവിടെ എത്തിയപ്പോൾ നല്ല ചൂരും ആ സൗണ്ടും. എനിക്ക് ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഈ ക്ലിക്കായി. സാധനം അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ഉണ്ട്, പോയിട്ടില്ലെന്ന്. അത് തീറ്റൊടിക്കുന്ന സൗണ്ടും ആ കാടൊക്കെ ഇളക്കുന്നതിൻ്റെ സൗണ്ട് നല്ല രീതിക്ക് കേൾക്കാം. പിന്നെ നമ്മളവിടെ നിർത്താനൊന്നും നിന്നില്ല, പുറകെ ഇവന്മാരും ഉണ്ടല്ലോ. കാരണം ഒരു പേടി, ഇനി വേറെയും ആന വന്നാലോ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പള്ളി പിടിക്കുന്നത്. അതുകൊണ്ട് നിർത്തിയൊന്നുമില്ല, നേരെ ഇങ്ങ് പോന്നു. ഇനിയായാലും ആനേനെ കാണാൻ പറ്റുമോ നോക്കാം. ഇനിയും കിലോമീറ്ററോളം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ നിർത്താനൊന്നും പറ്റുമൊന്നുമില്ല. കാരണം അത്യാവശ്യം അവർക്കറിയാം നല്ല ഡേഞ്ചറസ് ആണ്. നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ചാലേ ആ അവസ്ഥ പിടികിട്ടുള്ളൂ. ആന നല്ല രീതിക്ക് ഡേഞ്ചറാണ്, ഒന്നും പറയാൻ പറ്റില്ല. അത് ഇമാതിരി കാടത്. പിന്നെ അതുകൊണ്ടാണ് അവർ ഇത്ര ടൈം തന്നെ കൊടുക്കുന്നത്. ആ ടൈമിനുള്ളിൽ നമ്മൾ മലക്കപ്പാറ ചെല്ലണം. നമ്മളിവിടെ ബില്ല് എടുക്കുമ്പം ആ കറക്റ്റ് ഒരു ടൈമുണ്ട്, 1.5 മണിക്കൂർ 2 മണിക്കൂറാണെന്ന് എനിക്ക് തോന്നുന്നു, മേ ബി ആയിരിക്കാം. ആ ടൈമിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലണം. അവർക്ക് താമസിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവർക്ക് അറിയാം. അവർ ആ ടൈം വെച്ചേക്കുന്ന തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഫോറസ്റ്റിലൊന്ന് ഇറങ്ങി വേറെ വള്ളിക്കെട്ടിനൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടൈം കാര്യങ്ങളൊക്കെ തന്നേക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ റൂട്ടിലൊന്നും ഒത്തിരി അവിടെ ഇവിടെ ഇറങ്ങി, കാരണം ആന മാത്രമല്ല, പുലി, കരടി എല്ലാ ഐറ്റവും ഉണ്ട്. അത്യാവശ്യം എല്ലാ ഐറ്റംസും ഈ ഫോറസ്റ്റിലുണ്ട്. അപ്പം അത്യാവശ്യം ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വലിയ വള്ളിക്കെട്ടിനൊന്നും പോയിരിക്കുക. പിന്നെ നമ്മൾ ഇതുപോലുള്ള റൂട്ടുകളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ റൂട്ടിനെ പറ്റി ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഞാൻ ഫ്യൂവലിൻ്റെ കേസൊക്കെ പറഞ്ഞില്ലേ, അതുപോലുള്ള കാര്യങ്ങളും പിന്നെ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇങ്ങനത്തെ റൂട്ടൊക്കെ ഒരു വേറെ തന്നെ ഒരു വൈബാണ്. കാരണം നമ്മൾ ഒരാഴ്ച കിടന്നുള്ള പട്ടിപ്പണി എടുത്ത് മടുത്ത് സ്ട്രെസ് അടിച്ച് പണ്ടടങ്ങിയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള റൂട്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വേറെ വൈബാണ്. നമുക്ക് അത്രയും മനസ്സിനൊരു കൂൾനെസ് കിട്ടും. ഇപ്പോൾ വെയിൽ ശരിക്കും മാറി നല്ല രീതിക്ക് ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് ആ ഒരു സ്കെയറി ഫീല് നല്ല രീതിക്ക് വരുന്നത്. നമ്മൾ ഈ കാടിൻ്റെ ഡീപ്പ് ഫോറസ്റ്റിലോട്ട് ഇങ്ങനെ അകത്തേക്ക് കയറി പൊക്കോണ്ടിരിക്കും തോറും നല്ല രീതിക്ക് ഇരുട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സ്കെയറി ഫീൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാം, ഇപ്പോൾ സ്പോട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോൾ വേണമെങ്കിലും സ്പോട്ട് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും നല്ല ഫോറസ്റ്റ് അല്ലേ, ഇത്രയും ഡീപ്പ് ഫോറസ്റ്റാണ്. കാര്യം നല്ല രീതിക്ക് വെയിലുണ്ട് എങ്കിൽ പോലും ഈ കാടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ശരിക്കും കുറഞ്ഞു വരും. നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. ഇപ്പം ഈ നട്ടുച്ചയ്ക്ക് പോലും ഈ ഫോറസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ശരിക്കും നമ്മളൊരു 4 മണി 5 മണി ടൈമിലൊക്കെ കയറണമെങ്കിൽ എൻ്റെ പൊന്നോ ശരിക്കും പേടിക്കും, അതിലൊരു സംശയം വേണ്ട. പിന്നെ ഒന്നാമത്തെ കാര്യം, നല്ലപോലെ റൈഡിങ് നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ് കേട്ടോ ഇത്, അതിനൊരു സംശയമില്ല. ഈ റൂട്ടിൽ നമ്മളിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സിംഹവാലം കുരങ്ങനെ കണ്ടു കേട്ടോ. ഇതിനെ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് കണ്ടു. ചിലയിടത്തൊക്കെ നമ്മൾ പയ്യെ ഇതിന് നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടി സ്ലോ ആക്കുമ്പോൾ തന്നെ ഇത് വിട്ടുപോവുക. പേടിച്ചിട്ട് വിട്ടുപോവുക. കാരണം ഈ റൂട്ടിൽ അങ്ങനെ അധികം ആൾക്കാരും വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതുങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. നമ്മുടെ അടുത്തോട്ടൊന്നും വരില്ല, നമ്മുടെ ഇവിടെയുള്ള സാധാ കുരങ്ങളുടെ റൂട്ടൊന്നും അല്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫോറസ്റ്റുകാർ പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ സൈലൻസർ ചേഞ്ച് ചെയ്ത് എക്സോസ്റ്റ് കയറ്റിയിട്ടുള്ള വണ്ടികളായിട്ടൊന്നും വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അലോഡർ അല്ല, അവർ നോക്കിയിട്ട് അതുപോലെ തന്നെ തിരിച്ചു വിടും. നമ്മൾ ഈ കാട്ടിലായിട്ട് അവർ ഒരിക്കലും അനുവദിക്കില്ല. കാരണം ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ കേട്ടിത് ഈ മൃഗങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഇതുങ്ങൾ വയലൻ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട്
എക്സോസ്റ്റൊക്കെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് സ്റ്റോക്ക് എക്സോസ്റ്റൊക്കെ ആയിട്ട് ഈ റൂട്ടിൽ പോകാൻ വേണ്ടി വരിക. ഇല്ലെങ്കിൽ ഇവർ കയറാനും സമ്മതിക്കത്തില്ല, നിങ്ങൾക്ക് വെറുതെ വേസ്റ്റ് ആവും, വന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോകേണ്ടി വരും. ശരിക്കും ഈ റോഡിലൂടെ ഓടിക്കുമ്പം അടിപൊളി റോഡായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കൈ കൊടുത്ത് ഓടിക്കാൻ തോന്നും നമുക്ക് ഭയങ്കരമായിട്ട്. പക്ഷേ ഓടിച്ചു കഴിഞ്ഞാൽ സീനാവും. കാരണം ഒന്നാമത് സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 30 കിലോമീറ്ററാണ് ഫോറസ്റ്റുകാർ പറയുന്ന സ്പീഡ് ലിമിറ്റ്, 30 കിലോമീറ്റർ. നമ്മൾ അതുമാത്രമല്ല ഈ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സീനാണ്. അതുപോലെ മാക്സിമം ഒരു 60 അവരിൽ കൂടുതലൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ല. 80-90 പിടിച്ചു പോയി കഴിഞ്ഞാൽ സീനാവും. ഒന്നാമത് ചെറിയ മൃഗങ്ങളാണെങ്കിൽ പോലും കുരങ്ങുകളാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് വട്ടം ചാടിയൊക്കെ പോണേ ഇവിടെ. അതുകൊണ്ട് മാക്സിമം ഓവർ സ്പീഡിൽ പോകാതിരിക്കുക, അത്രേ ഉള്ളൂ. ഈ റൂട്ടിലൊരു പുലീനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം ആനേനെയൊക്കെ ആവശ്യത്തിന് കണ്ടിട്ടുണ്ട്. ഒരു പുലീനെയൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ കാണാൻ കിട്ടുന്നില്ല, അങ്ങനെ കാണുന്നില്ല. ഒരു പുലി ആർന്നേ നൈസായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിലവിൽ ഇതുവരെ നമ്മളൊരു കാട്ടുപോത്തിനെ പോലും കണ്ടിട്ടില്ല. അത് വേറെ കാര്യം. പിന്നെ നമ്മൾ സിംഹവാലൻ കുരങ്ങനെ കണ്ടു കേട്ടോ, അതിനെ കണ്ടു. അല്ലാണ്ട് വേറെ മൃഗങ്ങളൊന്നും അങ്ങനെ സ്പോട്ട് ചെയ്തിട്ടില്ല. കൂടെയുള്ള തെണ്ടികളെ കാണാനില്ല. അവന്മാർ വെച്ച് പിടിച്ചങ്ങ് പോയിട്ടോ. ഞാൻ വണ്ടി ഇടയ്ക്ക് ഒന്ന് സ്ലോ ചെയ്തായിരുന്നു. ആ തക്കത്തിന് അവന്മാർ പോയി. അവന്മാർ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പോയതായിരിക്കും. കാരണം ഈ റൂട്ടിൽ അങ്ങനെ ഒത്തിരി ആളുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കാകുമ്പോൾ ഒരു പേടി തോന്നും. എൻ്റെ ബാക്കിലാണെങ്കിൽ പില്യണും ഇല്ല. അവൻ്റെ കൂടെ പിന്നെ അവൻ്റെ ബ്രദറുണ്ട്, അനിയനുണ്ട് പില്യനായിട്ട് കേട്ടോ. ഇവന്മാർ മനഃപൂർവ്വം എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പോയതാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്ലോ ആക്കി അവിടെ നിൽക്കും. ഞാൻ ഇടയ്ക്ക് ഒരു സിംഹവാലൻ കുരങ്ങനെ കണ്ടുകൊണ്ടൊന്ന് സ്ലോ ചെയ്താൽ കേട്ടോ. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഗോപ്രേ കിട്ടുവാണെങ്കിൽ കാണിക്കാൻ കരുതി. ഇവിടുന്ന് അത്യാവശ്യം നല്ല വലിയൊരു വ്യൂ ആട്ടോ. ഒരു വലിയ പുഴ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് അതിൻ്റെ വ്യൂ കാണാം. ഇത് നോക്കി, ഈ പുള്ളി നോക്കി. പക്ഷെ എൻ്റെ പൊന്നെ ഒരു പേടിയില്ല, നിൽക്കണ നോക്കി പുള്ളി. ഇവിടെ ഉള്ള ആളുകൾക്ക് ശരിക്കും അത്രയും പേടി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഉള്ളിൽ അത്യാവശ്യം നല്ല ഭയമായിരിക്കും. കാരണം നമുക്ക് ഈ റൂട്ടൊന്നും അത്ര പരിചയമില്ലല്ലോ. പക്ഷെ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. റൂട്ട് ശരിക്കും നല്ല രീതിക്ക് കുറച്ചുകൂടി ഇരുട്ടായിട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ശരിക്കും ഈ ക്ലൈമറ്റാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇഷ്ടം ഇങ്ങനൊരു ക്ലൈമറ്റാണ് നമുക്ക് താല്പര്യം. ഒത്തിരി വെയിൽ കണ്ടോ, നല്ല രീതിക്ക് ഇരുട്ടാണ്. ഒരു സ്കെയറി ഫീൽ കിട്ടുന്ന ഒരു ക്ലൈമറ്റാണിത്. ഇത് അടിപൊളിയാണ്. പക്ഷെ എൻ്റെ പോലെ ആ വ്യൂ നോക്കി, ലെഫ്റ്റ് സൈഡിൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ. ആ ടവർ പോകണേൻ്റെ ഇതാണെന്ന് തോന്നുന്നു. സീന് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഈ റൂട്ടൊക്കെ പോകുമ്പോൾ ശരിക്കും കൂടെ ഇങ്ങനെ ഒരു വണ്ടി ആളുള്ള നല്ലതാണ് കേട്ടോ. ഒറ്റയ്ക്ക് പോകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും സേഫ്. കാരണം ഇവിടെയൊക്കെ വെച്ചൊരു പഞ്ചറൊക്കെ കിട്ടിയാൽ പോരെ, എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, തീർന്നു. നമ്മുടെ കൂടെ ഒരു ആളുകൾ കൂടി ഉണ്ടെങ്കിൽ, കാരണം റേഞ്ചിൻ്റെ ഇപ്പോൾ ഫോണിൽ റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. നമുക്ക് ആരെങ്കിലൊക്കെ വിളിക്കാം, ഒന്ന് വിളിച്ച് പറയാം. ഫോറസ്റ്റ് സ്റ്റേഷൻ നമ്പറെങ്കിലും മേടിച്ച് കയ്യിൽ വെക്കാം. ഇത് റേഞ്ചും ഇല്ല ഒന്നുമില്ല, വിളിക്കാൻ പറ്റാണ്ട് ഏത് നമ്പർ എന്ത് കയ്യിൽ വന്നിട്ട് എന്ത് കാര്യം, ഒരു കാര്യമില്ല. പക്ഷെ എൻ്റെ മോനെ ആ റൂട്ടിൻ്റെ ആ ഒരു ഫേസേ മാറി എന്നുള്ളതാണ് സത്യം. ഒന്ന് നോക്കി നിങ്ങൾ, ഫുള്ള് ഇരുട്ടായിട്ട് നമുക്ക് ശരിക്കും ഒരു സ്കെയറി ഫീൽ തരുന്ന കിട്ടില്ല റൂട്ട്. എൻ്റെ മോനെ സോളോ റൈഡൊക്കെ അടിക്കണം ഈ റൂട്ട്. അയ്യോ ഒരു രക്ഷയില്ല. അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരിക്കും സോളോ റൈഡൊക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജീവിതത്തിൽ മറക്കില്ല അതുപോലെ റൂട്ട്. ശരിക്കും നമുക്ക് പേടി. ഇപ്പോഴൊക്കെ മൃഗങ്ങളെ വല്ലതും സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയേ വേണ്ട. ശരിക്കും എൻ്റെ പൊന്നോ, അയ്യോ അവന്മാർ ചവിട്ടണ്ടല്ലോ. അവന്മാർ വണ്ടി ചവിട്ടിയപ്പോൾ ഞാനൊന്ന് പേടിച്ച്. ഞാൻ നേരെ റോഡിന് ക്രോസ് നോക്കുന്നത്, ആന വല്ലതും വട്ടം നിൽക്കണ്ടോ, അവർ മൃഗങ്ങളെ കണ്ടോന്ന്. ജസ്റ്റ് ഹെൽമെറ്റ് ഒന്ന് മേടിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ എൻ്റെ പൊന്നോ, ഈ റൂട്ടൊക്കെ സോളോ റൈഡ് അടിക്കാണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. എപ്പോഴും കൂടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും സേഫ്. കാരണം റേഞ്ചും ഇല്ല. ഈ പറഞ്ഞ പോലെ ഒന്ന് പഞ്ചറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, കൂടെ ഒരു വണ്ടിയും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു പഞ്ചറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഈ ടൈമിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, പക്ഷെ എൻ്റെ പൊന്നോ തീരുമാനം അതിന് കൂട്ടിയതി. ഈ റൂട്ടൊക്കെ ടാറിങ് ഇതുവരെ സമ്മതിക്കണം കേട്ടോ. ഒന്നാമത് നമുക്ക് ഇപ്പം തന്നെ ഇച്ചിരി ഇരുട്ടുമ്പോൾ തന്നെ അത്രയും സ്കെയറി ഫീൽ ഈ റൂട്ട് നമുക്ക് തരുന്നുണ്ട്. അതുപോലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. സോളോ റൈഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇത്. എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഈ റൂട്ടൊക്കെ.